ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ഇതിനടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് മത്തനില വെച്ചിട്ടുള്ളൊരു സമോസ റെസിപ്പിയാണ്. സമോസ ഷീറ്റ് അവൈലബിൾ അല്ലാത്ത സമയത്ത് ഈ ഒരു റെസിപ്പി നിങ്ങൾ എന്തായാലും പരീക്ഷിച്ച് നോക്കിയും തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു സവാള, ഒരു ചെറിയ തക്കാളി, 2 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇതൊരു 6 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യമായിട്ടുള്ളത് മത്തനിലയാണ്. മത്തനില എടുക്കുമ്പോൾ ഇല എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ആവശ്യമായിട്ടുള്ളത് ബോൺലെസ് ചിക്കനാണ്. ഇതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, ലൈം ജ്യൂസ് ഇവ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പാനിൽ അല്പം എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മസാല തയ്യാറാക്കി എടുക്കാം. ഇതിന് വേണ്ടി ഒരു പാന് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഇതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് കളർ മാറി വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും സവാളയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടെടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴന്ന് വന്നാൽ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല ഇവ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങളൂടെ ആഡ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം. ഇതിന് വേണ്ടിയിട്ട് 4 ടീസ്പൂൺ കടലമാവ്, അതിലേക്ക് 2 ടീസ്പൂണ് മൈദയും ആവശ്യത്തിന് ഉപ്പും അല്പം വെള്ളവും ചേർത്തിട്ട് ഒരു തിക്ക് പരുവത്തിലുള്ളൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം. ഇനി ഇതുപോലെ മത്തനില എങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് മസാല വെച്ച് കൊടുക്കാം. നന്നായി അമർത്തിയ ശേഷം ഇതിൻ്റെ അറ്റങ്ങളെല്ലാം ബാറ്റർ ഉപയോഗിച്ചിട്ട് നന്നായി ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് മുഴുവനായിട്ട് മത്തനയിലും മുഴുവനായിട്ട് ബാറ്റർ ഉപയോഗിച്ചിട്ട് കവർ ചെയ്യുക. ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഇവിടെ ഒരു പാനിൽ അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മുടെ മത്തനില സമോസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.